നിന്നെ വാർത്ത എടുക്കാനല്ലേടാ ഇങ്ങോട്ട് വിട്ടത്. ഇതെന്താ ചെയ്യുന്നത്? പ്രഷറിന് ഇതൊക്കെ തല്ലിപ്പൊടിച്ച ഈ പൈസ ആര് കൊടുക്കും? അതാണ് ഇവിടുത്തെ പ്രത്യേകത. എന്ത്? നമ്മുടെ പ്രഷർ തീരുന്നവരെ ഇവിടെ ഉള്ളതെല്ലാം നമുക്ക് അടിച്ചു പൊട്ടിക്കും. സമ്മർദ്ദത്തിന്റെ ലോകത്ത് പ്രഷർ കുക്കർ പോലാണ് ആളുകളുടെ മനസ്സ്. ഈ പുകഞ്ഞു വീർക്കുന്നതൊക്കെയും പൊട്ടിച്ചു തീർക്കണ്ടേ? അതിനുള്ള വഴിയാണ് ഇത്. ജീവിതം കരിനിഴൽ വീഴ്ത്തിയ നാളുകളിൽ തോന്നിയ ഒരാശയം ഇന്ന് ഒരുപാട് പേർക്ക് ആശ്വാസവും ആനന്ദവും. ഞാനൊരു 3-4 ഇയേഴ്സ് ലിംഫോമ ആയിട്ട് ഡൗൺ ആയിരുന്നു. അപ്പോഴാണ് ഐ വാണ്ടഡ് സംതിങ് ഫ്രഷ്, സംതിങ് ന്യൂ, സംതിങ് യുണീക്ക്. എൻ്റെ ഒരു കസിൻ ഡിയോൺ പറഞ്ഞു റേജ് റൂം എന്നൊരു കോൺസെപ്റ്റ് ഉണ്ട്. അവൻ ട്രൈ ചെയ്തു. അപ്പോൾ ഞങ്ങൾ വെച്ചു ഓക്കെ അതിനെക്കുറിച്ച് കുറച്ചും കൂടെ അറിയാം. വി ഡോണ്ട് ഹാവ് ദിസ് ഇൻ കൊച്ചി, സോ വി വിൽ സ്റ്റാർട്ട് ദിസ്. വി വാണ്ടഡ് ടു സ്റ്റാർട്ട് ഇവിടെ കാക്കനാട് ഒരു റേജ് റൂം. അങ്ങനെ ഞങ്ങൾ എല്ലാം കൂടെ ഒരുമിച്ചിട്ട് ബ്രേക്ക് ആൻഡ് ചിൽ എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ്. സംഗതി മറ്റൊന്നുമല്ല, കലിപ്പന്മാരായാലും കാന്താരിമാരായാലും ഇനി കാരണവന്മാരായാലും കലി കയറി തുടങ്ങുന്നതിൽ പിന്നെ ഒന്നും നോക്കണ്ട, നിങ്ങൾക്കുള്ള ഇടമാണിത്. ഫസ്റ്റ് നമ്മൾ സേഫ്റ്റിയാണ് കൊടുക്കുന്നത്. സേഫ്റ്റി എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം ഒരു വെയ്വർ ചെയ്ത് കഴിഞ്ഞാൽ അങ്ങോട്ടേക്ക് നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ആദ്യം ഒരു നമ്മുടെ ജംപ് സ്യൂട്ട് കൊടുക്കും, സേഫ്റ്റി സൂട്ട് കൊടുക്കും, അത് കഴിഞ്ഞ് ഹെൽമെറ്റ് കൊടുക്കും, അത് കഴിഞ്ഞ് ഫേസ് മാസ്ക് കൊടുക്കും, ഫുൾ കവറിങ്, പിന്നെ ഗ്ലൗ കൊടുക്കും, പിന്നെ നമ്മുടെ ഗംബൂട്ട് കൊടുക്കും. അത് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടമുള്ള നമ്മുടെ ടൂൾസ് എടുക്കാം. ടൂൾസ് എടുത്തിട്ട് നമ്മൾ അവരെ റൂമിലേക്ക് കയറ്റുവാണ്. അത് കഴിഞ്ഞ് ഉള്ളിലേക്ക് കയറ്റി കഴിഞ്ഞാൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി നമുക്ക് ബിയർ ബോട്ടിൽസ് ഉണ്ട്, ഫാൻസി ബോട്ടിൽസ് ഉണ്ട്, പിന്നെ നമ്മുടെ ജാറുണ്ട്, ഒരു ബൗൾ ഉണ്ടാവും, പിന്നെ TV ഉണ്ട്, ട്യൂബ് ലൈറ്റ്സ് ഉണ്ട്, കീബോർഡ്സ് ഉണ്ട്. സോപ്പി ഫുട്ബോൾ എന്നാണ് ഇതിൻ്റെ പേര്. ഇതിൻ്റെ പേര് സ്പ്ലാഷ് ഫിറ്റ് എന്നാണ്. ഇത് ബേസിക്കലി ഒരു ഫൺ ഒരു ഗെയിമാണ്. ഫുട്ബോൾ തെന്നി കളിക്കാന്നുള്ളൊരു ഫുട്ബോളാണ്. ഇതിന് നമുക്ക് സേഫ്റ്റി ഗിയേഴ്സ് ഉണ്ട്, നമ്മുടെ ഈ പറഞ്ഞ ഹെൽമെറ്റ് ഉണ്ട്, നമ്മുടെ ഒരു റിസ്പാൻഡ് ഉണ്ട് ഒന്നും പറ്റാതിരിക്കുക. അത് കൂടാണ്ടാണെങ്കിൽ സേഫ്റ്റിക്ക് പകരം നമ്മൾ താഴെ ഒരു 4 ലെവൽ ഫോം ഇട്ട് വെച്ചിട്ടുണ്ട്. ഒരു കൊച്ച് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളത് വീഡിയോ നമ്മൾ നോർമലി ഇപ്പോൾ ക്ലയൻറ്റിനോട് ചോദിക്കും വീഡിയോ നമുക്ക് ഷൂട്ട് ചെയ്യണമെന്ന്, പ്രൈവസി ഇഷ്യൂസ് കാരണം. പക്ഷെ ഇന്നലെ ആ കൊച്ചു വന്നിട്ട് അടിച്ച് പൊട്ടിച്ച ഒരു കരച്ചിലുണ്ടായിരുന്നു. ഞങ്ങളത് CCTV കണ്ടു. അപ്പോൾ ബേസിക്കലി അപ്പോൾ എന്തൊക്കെയോ ഒരു പവർ നടക്കുന്നുണ്ട് ഇതിൻ്റെ അകത്തുനിന്നുള്ളൊരു കോൺസെപ്റ്റ് നമുക്ക് കിട്ടി. ഗെയിമേഴ്സ് ലോഞ്ചും കൂടെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ പിന്നെ FIFA പോലത്തെ ഗെയിംസും അല്ലെങ്കിൽ സ്പൈഡർമാൻ അങ്ങനെ കുറേ ഗെയിംസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുന്നു. വരിക, അടിച്ചു പൊട്ടിക്കുക, ചില്ലായി തിരിച്ചു പോവുക. വെൽക്കം ടു ബ്രേക്ക് ആൻഡ് ചിൽ ആൻഡ് എൻജോയ്. കുറെ നേരമായി നിന്റെ ഒരു വാർത്ത, ഇതിപ്പോ എങ്ങനെ തീരും? എത്ര നേരമായിട്ട് മനുഷ്യൻ പ്രഷർ കയറുന്നുണ്ട്. ആവശ്യമുള്ളത് അടിച്ചു പൊട്ടിച്ചോളൂ. ക്യാമറമാൻ അനീസ് തോട്ടക്കാരനും ആദിക്കും ഈ അപ്പോൾ ആദ്യമുണ്ട് നമുക്കപ്പം. ആദി, എന്തൊക്കെയാണ് ഈ റേജ് റൂമിലെ വിശേഷങ്ങൾ, കാഴ്ചകളൊക്കെ? പിന്നെ ഈ തല്ലി തകർത്തപ്പോൾ കലിപ്പ് കുറച്ച് മാറിയോ? എൻ്റെ പ്രഷർ കുറച്ച് കുറഞ്ഞു ഇങ്ങനെ ഈ ചില്ലും കുപ്പിയും TV ഒക്കെ അടിച്ചു പൊട്ടിച്ചപ്പോൾ. എന്തായാലും വീട്ടിൽ പറ്റില്ല, വീട്ടിൽ ചില്ലും കുപ്പി അടിച്ചു പൊട്ടിക്കാൻ ചെന്നാൽ അമ്മയുടെ കയ്യിൽ നിന്ന് കിട്ടുമല്ലോ. എന്തായാലും അങ്ങനെയുള്ളവർക്ക് കൂടി ഒരു അവസരമാണ് എന്ന് കരുതി മാനസിക സമ്മർദ്ദം ഇരിക്കുമ്പോഴാണോ അല്ലെങ്കിൽ ദേഷ്യപ്പെട്ടിരിക്കുമ്പോഴാണോ ഈ ഇതുപോലെ വണ്ടി പിടിച്ച് അവിടെ പോയി പൊട്ടിക്കുന്നത് എന്നും ചോദ്യങ്ങൾ വരാം. പക്ഷെ എന്തായാലും അവസരം അവരൊരുക്കുന്നുണ്ട്. കേരളത്തിലെ ആദ്യത്തെ സംരംഭമാണ് ഈ റേജ് റൂം. കേരളത്തിൽ ആദ്യമായിട്ടാണ് വരുന്നത്. ബാംഗ്ലൂരും മറ്റ് നഗരങ്ങളിലൊക്കെ ഉണ്ട്. കേരളത്തിൽ ഇത്തരത്തിലൊരു കൗതുകകരമായ ഒരു സ്ഥലം ആദ്യമായിട്ടാണ്. അതുമാത്രമല്ല, അവിടെ സോപ്പ് ഫുട്ബോളും ഗെയിമിങ്ങും ഒക്കെ ഉണ്ട്. ഈ റേജ് റൂമിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്കവിടെ ചെല്ലുക, അടിച്ച് പൊട്ടിക്കുക, ചില്ലായി തിരിച്ചു വരിക. നമ്മളെ സ്റ്റോറി പറയുന്നത് പോലെ തന്നെ ബ്രേക്ക് ആൻഡ് ചിൽ എന്നാണ് അവരുടെ ആ സ്ഥാപനത്തിൻ്റെ പേര് പോലും. അതായത് ആ കുഞ്ഞു മോനാണ് ആ പേരിട്ടതും. എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ പ്രായഭേദമന്യേ എല്ലാവർക്കും വരാം. എന്തൊക്കെ മാനസിക സമ്മർദ്ദങ്ങളാണ് നമുക്കറിയാം. നമ്മുടെ ഇടയിൽ തന്നെ ഒരുപാട് പേരുണ്ടാവും ഇത്തരത്തിൽ മാനസിക സമ്മർദ്ദം വരുമ്പോൾ ഫോൺ എറിഞ്ഞ് പൊട്ടിക്കുന്നവരുണ്ട്, കയ്യിരിക്കുന്ന ഈ ഗ്ലാസ്സൊക്കെ താഴെയിട്ട് പൊട്ടിക്കുന്നവരുണ്ട്. അത് സംഭവിച്ചു പോകുന്നതാണ്. അവർ വലിയ അക്രമകാരികളൊന്നും ആയിട്ടാവില്ല, ഇത്തരത്തിൽ സംഭവിച്ചു പോകുന്നതാണ്. അങ്ങനെയുള്ളവർക്കൊക്കെ അവരുടെയൊക്കെ മനസ്സിൽ ഒരുപാട് വിഷമവും സങ്കടമൊക്കെ വരുമ്പോൾ പൊട്ടിത്തെറിക്കുന്ന തരത്തിലേക്ക് മനസ്സ് അത്തരത്തിൽ വിഷമവും ദുഃഖമൊക്കെ ഘനീഭവിച്ച് കിടക്കാറുണ്ട്. അതുപോലെ ഉള്ളവർക്കൊക്കെ ഒരു ആശ്വാസമാണ്. അങ്ങനെ ഒരു കുട്ടി അവരാ പറയുന്നുണ്ട്, നമ്മുടെ ആ
സ്റ്റോറിയിൽ പറയുന്നുണ്ട്. ഒരു കുട്ടി വന്ന് ഇത് അടിച്ചൊക്കെ പൊട്ടിച്ചതിന് ശേഷം അവിടെ പൊട്ടിക്കരയുകയായിരുന്നു. അത്രത്തോളം ദുഃഖവും സമ്മർദ്ദമൊക്കെ ഉള്ളവരൊക്കെ അവിടെ വരുന്നുണ്ട്. അവർക്ക് ഇതൊരു ആശ്വാസമായി മാറുന്നെങ്കിൽ ആവട്ടെ. ഒരിക്കലും നമ്മൾ അക്രമത്തെ പ്രോത്സാഹിപ്പിക്കുകയല്ല, ഇതൊരു ഗെയിമായി കണ്ടാൽ മതി എന്നാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഐഡിയ. അതുപോലെ തന്നെ ഈ IT നഗരമാണ് തൃക്കാക്കര. അപ്പോൾ കാക്കനാടാണ് ഈ ബ്രേക്ക് ആൻഡ് ചിൽ എന്ന് പറഞ്ഞ ഈ സ്ഥാപനം. അപ്പോൾ അവിടെ ഈ നൈറ്റ് ഷിഫ്റ്റ് അതിൻ്റേതായ സമ്മർദ്ദങ്ങളൊക്കെ അനുഭവിക്കുന്ന ഒരുപാട് പേര് അവിടേക്ക് എത്തുന്നുണ്ട്. അവരൊക്കെ കൈ നീട്ടി സ്വീകരിക്കുകയാണ് ഇത്തരമൊരു കാര്യത്തെ. ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളിലുള്ളൊരു പരിപാടി ഇവിടേക്കും വരുന്നു. ഇനി റേജ് റൂം മാത്രമല്ല, സോപ്പ് ഫുട്ബോൾ ഉണ്ട് അവിടെ. സോപ്പ് ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഈ തെന്നുന്ന ആ ഒരു മൈതാനത്തോടി കളിക്കുന്നത്. അത് പ്രത്യേകം ചിട്ടപ്പെടുത്തിയ ഒരു ഗ്രൗണ്ടാണ്. അവിടെ നമുക്ക് പലരും തെന്നി വീഴും. നമ്മൾ കൂട്ടമായിട്ട് ഫ്രണ്ട്സൊക്കെ ചേർന്ന് കളിക്കാൻ പോകുമ്പോഴാണ് അത് വളരെ എൻജോയ് ചെയ്യാൻ പറ്റുന്നത്. തെന്നി വീണാലും പ്രശ്നമൊന്നുമില്ല. അതിന് 5 ലെയറുകളായിട്ട് അതിനുള്ള പ്രൊട്ടക്ഷൻ പഞ്ഞിയൊക്കെ വെച്ചിട്ടാണ് അത് ഒരുക്കുന്നത്. അത് എൻജോയ്. അതുപോലെ തന്നെ അതിന് മുകളിലത്തെ നിലയിൽ ഇതുണ്ട്, ഗെയിമിംഗ് സെക്ഷനും ഉണ്ട്. ഫുട്ബോള്, മറ്റ് സ്പൈഡർമാൻ, അങ്ങനത്തെ പല ഗെയിമുകൾ കളിക്കാനുള്ള അതിനൂതനമായ സൗകര്യമുണ്ട്. അങ്ങനെ ഇത്തരത്തിൽ നമുക്ക് ആസ്വദിക്കാൻ പറ്റിയ വളരെ വലിയൊരു സംരംഭമാണ്. അപ്പോൾ അവിടെ ഞാനും ചില്ലുകളൊക്കെ അടിച്ച് പൊട്ടിച്ച് കുറച്ച് പ്രഷറൊക്കെ കളഞ്ഞു. ബാക്കിയുള്ളവർക്കും അവിടെ വരാം. അവരെ കൈ നീട്ടി സ്വീകരിക്കുകയാണ്. കോളേജുകളിൽ നിന്നും ജോലി സ്ഥാപനങ്ങളിൽ നിന്നൊക്കെ എല്ലാവർക്കും ഒറ്റയ്ക്കും കൂട്ടമായിട്ടും ഒക്കെ ചെയ്യാം.